ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഡിസംബർ 15 തൊട്ട് 30 വരെയുള്ള ഒരു 15 ദിവസത്തെ കാലയളവിലുള്ള ഒരു ഫലമാണ് പറയുന്നത്. അത് മകരം രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. മകരം രാശി പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന മകര രാശിക്കാർക്കുള്ള ഫലമാണ്. രണ്ടാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന 7.5 ശനിയെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി, മൂന്നാം ഭാവത്തിന് അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന രാഹു, നാലാം ഭാവത്തിൽ പ്രതികൂല ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം, അതുപോലെ 9-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന കേതു, 10-ാം ഭാവത്തിൽ പ്രതികൂല ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ, 11-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ, 12-ാം ഭാവത്തിൽ ഗുണദോഷ മിശ്ര സംബന്ധമായിട്ട് നിപുണയോഗം കൊണ്ട് നിൽക്കുന്ന സൂര്യനും ബുധനും. അപ്പോൾ എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ മകരരാശിക്കാർക്ക് ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, തൊഴിൽ മേഖല പുരോഗമനത്തിൽ വരികയാണെങ്കിൽ അത് ഭൂമി സംബന്ധമായിട്ടുള്ള, ഭൂമിയോട് ബന്ധപ്പെട്ടിട്ടുള്ള, ഭവന സംബന്ധമായിട്ടുള്ള, മണ്ണ് സംബന്ധമായിട്ടുള്ള, സിമൻറ്റ് സംബന്ധമായിട്ടുള്ള, ഇരുമ്പ് സംബന്ധമായിട്ടുള്ള, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക്, ഭവന നിർമ്മാണം എന്നീ മേഖലകളിൽ പെട്ടിരിക്കുന്നവർക്ക് ഗുണാധിക്യം ഉണ്ടാവും. കുടുംബ സംബന്ധമായിട്ടാണെങ്കിൽ, കുടുംബപരമായിട്ടാണെങ്കിൽ തർക്ക വിഷയങ്ങൾ ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനൊക്കെ ഒരു ആയാസം വന്നിട്ടുണ്ടാവും എന്നുള്ള സംശയം തീരെ ഇല്ലാത്ത ഒരു സമയമാണ് ഇനി വരുന്നത്. മനസ്സിന് സന്തോഷം വരും, സംതൃപ്തി വരും, കുടുംബത്തിൽ ഐക്യതയുണ്ടാവും, ധൈര്യം, അതായത് ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യം സംഭരിച്ച് വരും. അതുപോലെ തന്നെ ആരോഗ്യം തൃപ്തികരമായിട്ട് വരും, അസുഖങ്ങളിനെല്ലാം നേട്ടം കിട്ടും. അതേ സമയത്ത് ഭവന നിർമ്മാണത്തിൽ കുറച്ച് പാഴ്ചെലവുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ വാഹനങ്ങൾ വാങ്ങിക്കാൻ കുറച്ച് വൈകി എന്ന് വരും. അതായത് ഏകദേശം ഈ മാസം ലാസ്റ്റോടുകൂടി ഒക്കെ നീണ്ടുപോകും. ചിലപ്പോൾ ബുക്ക് ചെയ്ത്, അതായത് വാഹനങ്ങളെല്ലാം ബുക്ക് ചെയ്ത്, പുതിയ വാഹനങ്ങൾക്കെല്ലാം ബുക്ക് ചെയ്തിട്ട് കുറച്ച് പ്രയാസം വന്ന് വരുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം കുറച്ച് പ്രതിസന്ധികൾ വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണും. അതേ സമയത്ത് രാഷ്ട്രീയത്തിൽ പെട്ടിരിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഉത്കൃഷ്ടപരമായിട്ടുള്ള മനോഭാവത്തിലുള്ള അവർക്കെല്ലാം മൈൻഡ് സംബന്ധമായിട്ടുള്ള, അതായത് ഡിപ്രഷൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സൈക്കോ സംബന്ധമായിട്ടുള്ള ആളുകൾക്കെല്ലാം കുറച്ചൊരു റിലീഫ് കിട്ടുന്ന ഒരു സംബന്ധമായിട്ടുള്ള സമയമാണ്. ആശുപത്രി വാസം ചെയ്യുന്നവർക്കെല്ലാം അതിൽ നിന്ന് മോചനം നേടുവാനുള്ള സാധ്യതയുണ്ട്. മെഡിക്കൽ സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനും അതിൽ വിജയം കൈവരിക്കുവാനും, മെഡിക്കൽ സ്റ്റുഡൻറ്റുകൾക്കെല്ലാം ഉത്സാഹവും പഠനത്തിൽ താല്പര്യം വരുവാനുള്ള സാധ്യതയും, സന്താനങ്ങളെ നല്ല നിലയ്ക്ക് നിർത്തുവാനുള്ള തൻ്റെ അടങ്ങൾ മാതാപിതാക്കൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. IT മേഖല നല്ല പ്രവർത്തനത്തിൽ പോകും എന്നാണ് പറയുന്നത്. കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലയും അതുപോലെ തന്നെയാണ്. അതുപോലെ സ്റ്റീൽ സംബന്ധമായിട്ടും ഇലക്ട്രോണിക് സംബന്ധമായിട്ടും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടും, അതേ സമയത്ത് മോട്ടോർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചൊരു വീക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. അതേ സമയത്ത് വസ്ത്രരംഗത്ത് നല്ലൊരു കുതിപ്പ് വരുവാനുള്ള സാധ്യതയുണ്ട്. സ്വർണ്ണാഭരണ മേഖലയിൽ തിളക്കങ്ങൾ കുറച്ച് കുറഞ്ഞു വരുവാനുള്ള സാധ്യതയാണ് ഉള്ളത്. ബുദ്ധിപരമായിട്ടുള്ള ചിന്തകൾ കൂടുതൽ എടുക്കുകയാണെങ്കിൽ ഊഹ കച്ചവടങ്ങളിലും ഷെയർ മാർക്കറ്റിലും നല്ല ലാഭം കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ക്ഷേത്ര സംരക്ഷണത്തിൽ പെട്ടിരിക്കുന്നവർക്കെല്ലാം ഉചിതപരമായിട്ടുള്ള ഒരു സമയമാണ് കാണുന്നത്. കൺസ്ട്രക്ഷൻ വർക്ക്, റിയൽ എസ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വൻ ലാഭം തന്നെ കിട്ടും. അപ്രത്യക്ഷപരമായിട്ടുള്ള ലാഭമായിരിക്കും ഇവർക്ക് വന്നു ചേരുവാൻ കാത്തിരിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എന്നാണ് പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് മകരരാശിക്കാർക്ക് ഗുണകരമായിട്ടുള്ള മേഖലകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ യാത്രയ്ക്ക് എന്തിനെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ ശ്രമിച്ചോളൂ, യാതൊരുവിധ കുഴപ്പമില്ല. അതായത് ഡിസംബർ 20-ാം തീയതിക്ക് ശേഷം ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ടുള്ള അനുകൂലങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം 20-ാം തീയതിക്ക് ശേഷം വന്ന് കൈകൂടും. നമ്മുടെ വായിൽ നിന്നും വരുന്ന ഓരോരോ വർത്തമാനങ്ങൾക്കും ഓരോരോ ശക്തിയുണ്ട് എന്നുള്ള ചിന്തയോടുകൂടി വേണം വർത്തമാനം പറയണമെങ്കിൽ. അത് ദോഷത്തിനും വരി
ഗുണത്തിനും വരും. പക്ഷേ ഇവിടെ 2-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന കാരണം ദോഷത്തിനാണ് കൂടുതലും സാധ്യത. അത് വാക്കിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം അനുകൂല ഭാവത്തിലല്ല. അപ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. വാക്കുകൾ കൊണ്ട് ജോലി ചെയ്യുന്നവരും വളരെ പ്രവൃത്തി മൂലം മെയിൻ്റ് മൂലവും ശ്രദ്ധിച്ചും കൈകാര്യം ചെയ്യണം. ഗവൺമെൻറ് ജീവനക്കാർക്കെല്ലാം ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് സാധിക്കാൻ പോകുന്നത്. അതുപോലെ വില്ലേജ് സംബന്ധമായിട്ടും ഗവൺമെൻറ് സംബന്ധമായിട്ടും ലോൺ സംബന്ധമായിട്ടുമുള്ളവർക്കും കുറച്ചൊരു ബാധ്യതയുണ്ട്. സാമ്പത്തിക മാന്ദ്യങ്ങൾ ഒരുപാട് ഞെരുക്കടി ഉള്ളവർക്ക് കുറച്ചൊരു ലൂസായിട്ട് വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ മകര രാശിക്കാർക്ക് വലിയൊരു കുഴപ്പമില്ലാത്തൊരു സമയമാണ്